ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിനഹാകാലം 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് യാക്കോബ്, ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ് തൻ്റെ സഹോദരൻ ഒളിച്ചോടി ഹാരാനിലേക്ക് പോവുകയാണ്. ഹാരാനിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? യാക്കോബിൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്, റബേക്കായുടെ വീട്. അവിടെ ചെല്ലുന്ന വഴിക്ക് ഒരു കന്നുകാലികളൊക്കെ വെള്ളം കുടിപ്പിക്കാൻ വരുന്ന ഒരു കിണറ്റിൻ്റെ കരയിലിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി, റാഹേൽ എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നു. അവൾ ഈ പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നു. അവിടെ യാക്കോബ് അവൾ കൊണ്ടുവരുന്ന ആടുമാടുകൾക്ക് വെള്ളം കോരി കൊടുക്കുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ സമയത്ത് ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുവക്കത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണറടയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഹാരാനിൽ നിന്ന് എന്നവർ മറുപടി പറഞ്ഞു. അപ്പോൾ ഹാരാൻ യാക്കോബിൻ്റെ അമ്മയുടെ ഉള്ള സ്ഥലമാണ്. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ? നാഹോർ എന്ന് പറയുന്നത് ആരാണ്? അബ്രാഹത്തിൻ്റെ സഹോദരനാണ്. അറിയുമോ? അറിയുമെന്ന് അവൻ പറഞ്ഞു. അവന് സുഖമാണോ? അവൻ ചോദിച്ചു. അതെ, അവർ പറഞ്ഞു. ഇതാ അവൻ്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ, ആടുകളെ ആലയിലാക്കാൻ ആയിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക. അവർ പറഞ്ഞു, അങ്ങനെയല്ല, ആട്ടിൻപറ്റങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു. അവളാണ് അവയെ മേയിച്ചിരുന്നത്. തൻ്റെ മാതൃ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ല് ഉരുട്ടി മാറ്റുകയും ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയല്ല കഥകൾ പറഞ്ഞു പോവുകയാണ്. പിന്നെ ലാബാൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി. അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു. ലാബാൻ പറഞ്ഞു, എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ. 1 മാസം യാക്കോബ് അവൻ്റെ കൂടെ പാർത്തു. അവൻ്റെ കൂടെ 1 മാസമൊന്നുമല്ല, കുറേ വർഷങ്ങൾ തന്നെ പാർത്തു. 10-14 വർഷം പാർത്തില്ലേ ശരിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ ദൈവത്തിൻ്റെ വഴികൾ വളരെ വ്യത്യസ്തമാണ്. ദൈവം എങ്ങനെയാണ് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ യാക്കോബിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു, റെബേക്ക പറഞ്ഞു കൊടുത്തു, നീ എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ അമ്മയുടെ ആങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് അങ്ങനെ ഒരു സ്വസ്ഥതയൊന്നുമില്ല. ആദ്യത്തെ കുറച്ച് കാലം കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ലാബാൻ ഇവനെ പറ്റിക്കുകയും പണിക്കൂലിയിൽ കുറവ് വരുത്തുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അവൻ പിന്നീട് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത്. ഇതുപോലെ നമ്മൾ പറ്റിക്കപ്പെടുന്ന അവസരങ്ങളുണ്ട്, ഓടിപ്പോകേണ്ട അവസരങ്ങളുണ്ട്, നമ്മുടെ തന്നെ സഹോദരങ്ങൾ നമ്മളോട് തിന്മ പ്രവർത്തിക്കുന്ന അവസരങ്ങളുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആരാണ് എന്ന്, എങ്ങനെയാണ് നമ്മുടെ ചിന്തയെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക. നമ്മൾ സ്വയം വെളിപ്പെടുത്തുന്ന അങ്ങനെയാണ്. ഈ ലാബാൻ്റെ വീട്ടിൽ ആർക്ക് വേണ്ടിയാണ്? ആദ്യമൊക്കെ വെറുതെ ജോലിയെടുത്ത്, പിന്നെ ലാബാൻ പറഞ്ഞ് അങ്ങനെ വെറുതെ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ കൂലി കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. റാഹേലിനെയാണ് യാക്കോബിന് ഇഷ്ടപ്പെട്ടത്. പക്ഷേ പറ്റിച്ചു ലാബാൻ. ചേട്ടത്തിയെ കല്യാണം കഴിച്ചു, ലിയായെ. എങ്കിലും ദേഷ്യപ്പെട്ടൊന്നുമില്ല. അങ്ങനെ വീണ്ടും പണിതു. പിന്നീട് റാഹേലിനെ കല്യാണം കഴിക്കുന്നു. അവസാനം ഒന്നും കൊടുക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് കിട്ടിയതെല്ലാമായിട്ട് ഒളിച്ചോടുന്നത്. ആ ഒളിച്ചോടുന്ന സമയത്തും ലാബാനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നില്ല. വേണമെങ്കിൽ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കാം, പക്ഷേ അവൻ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യാക്കോബ് തിരിച്ചു പോകുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നു. ഇവിടെ ഇപ്രകാരം ഉള്ള നമ്മളുടെ വെളിപ്പെടുത്തൽ, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കേണ്ടതെന്നും, അത് യാക്കോബിന് അമ്മയിൽ നിന്നാണ് നിർദ്ദേശം കിട്ടിയത്, ദൈവം നേരിട്ടൊന്നുമല്ല. പിന്നീട് ദൂതന്മാർ വഴി ദൈവത്തിൻ്റെ കൽപ്പനയും അതുപോലെ വെളിപ്പെടുത്തലുമൊക്കെ യാക്കോബിന് ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ മനുഷ്യരിലൂടെ എല്ലാം ഈ യാക്കോബ് ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് വന്നതായിട്ട് കാണുകയാണ്. അവനങ്ങനെ ജീവിച്ച് തിരിച്ചു ചെല്ലുന്നു. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 12 മക്കളുണ്ടായ അവസാനം ഈജിപ്തിലേക്ക് പോകുന്നു. ജോസഫ് അവിടെ വലിയ ഭരണാധികാരിയൊക്കെ ആകുന്ന ആ കഥയെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ക്രൈസ്തവരെന്ന നിലയ്ക്ക് ഓർക്കുക, നമ്മൾ ഈശോയുടെ വഴികൾ പിന്തുടരുമ്പോൾ ഇതുപോലെ പിന്തുടരുന്ന ധാരാളം പേര് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കില്ലാത്ത വലിയൊരു അനുഗ്രഹം നമ്മൾക്കുണ്ട്.
നമ്മളോട് കൂടി ദൈവമുണ്ട്. അവൻ നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവേലാണ്. കേവലം അവരുടെ മുൻപേ പോകുന്ന ഒരു ദൈവം മാത്രമല്ല, നമ്മളോട് കൂടി വരുന്ന, നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ഈശോയെ നിരന്തരമായിട്ട് നമ്മളുടെ കൂടെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ടെടുക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. രണ്ടാമത്തെ വായന എബ്രായർ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈ എബ്രായർ ലേഖനം ആരോടാണിത് പറയുന്നത്? അതായത് പുതിയതായിട്ട് ക്രൈസ്തവരായ വ്യക്തികളാണ്. പുതിയതല്ല, കുറേ കാലമായി. പക്ഷെ അവർ ഈ ഒരു വെറും ശൈശവമായ രീതിയിൽ ശിശുക്കളെ പോലെയാണ് പെരുമാറുന്നത്. ഈ വചനം പറയുകയാണ്, അതിനാൽ മിശിഹായുടെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ചിലരുണ്ട് ദൂരപ്രായമായാലും ഇങ്ങനെ കുട്ടികളെ പോലെ നടക്കുകയാണ് ചെയ്യുന്നത്. മിനിമം ഒക്കെ ചെയ്ത് പിന്നെ എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംതൃപ്തരാകുക എന്നുള്ള ആ ഒരു രീതി. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? മിശിഹായുടെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം, പക്വതയിലേക്ക് വളരണം. നമ്മൾ പക്വതയുള്ള ക്രിസ്ത്യാനികളായിട്ട് മാറണം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല. കാരണം എന്താണ്? ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണത്? നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, അതായത് വെറുതെ ചുമ്മാ അവിടെ ഇവിടെയും കൊണ്ടുപോയി ബലിയർപ്പിക്കുക, മൃഗങ്ങളെ പക്ഷികളെ അല്ല. ആ കാലമൊക്കെ കഴിഞ്ഞ്, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, അത് നമുക്കറിയാം. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം, ഏത് ദൈവത്തിലാണ്, നമ്മുടെ ദൈവം ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം. എന്താണ് ജ്ഞാനസ്നാനം? ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ തന്നെ അറിവിലുള്ള കുളി എന്നാണ്. അതായത് ഈ ഈശോ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള രക്ഷകൻ എന്നുള്ള അറിവ്. അതിലുള്ള കുളി എന്ന് പറഞ്ഞാൽ നമ്മൾ അതേക്കുറിച്ചൊക്കെ അറിഞ്ഞ വ്യക്തികളാണ്. കൈവെപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ സ്ഥൈര്യലേപനം. മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് കർത്താവ് സ്വന്തം ഉയർപ്പിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിത്യവിധി, നമ്മുടെ ഉയർപ്പിന് ശേഷം അല്ലെങ്കിൽ മരണശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല. എന്നിട്ട് പറയുകയാണ്, ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ വരുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിലുള്ളവർക്ക്. കാരണം എന്താണ്? അവരെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യംഗ്യമായിട്ട് ശാസിക്കുന്നതാണത്. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ് അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞ ആരാണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുക. ജ്ഞാനസ്നാനത്തെക്കുറിച്ചായി പറയുന്നത്. ആദിമ സഭയിൽ ഈ ജ്ഞാനസ്നാനത്തെ പ്രകാശത്തിൻ്റെ കൂദാശ, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ആ ഒരു ലഭിക്കുന്ന, ക്രിസ്തുവിൽ നിന്നുള്ള പ്രകാശം ലഭിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കരുതിയത്. അതുകൊണ്ടാണ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും 2 സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും വിശുദ്ധ കുർബാനയെക്കുറിച്ചായി പറയുന്നത്. കർത്താവ് തന്നെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ നമുക്ക് തന്നു. ആ സ്വർഗീയ സമ്മാനം നമ്മൾ ആസ്വദിച്ചറിഞ്ഞു. പിന്നെ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി. സ്ഥൈര്യലേപനത്തിലും ജ്ഞാനസ്നാനത്തിലും കല്യാണത്തിലും പട്ടസ്വീകരണത്തിലും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വ്രതവാഗ്ദാനത്തിലും എല്ലാം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നമ്മൾ പങ്കുകാരായവരാണ്. മാത്രമല്ല ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും നമ്മൾ രുചിച്ചറിയുകയും ചെയ്തവരാണ്. ദൈവവചനം നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നു. അതിന് നന്മ നമ്മൾ തിരിച്ചറിഞ്ഞു. വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു. വീണു പോവുക, ഇതിങ്ങനെയൊക്കെ ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് പിന്നെ വീണു പോയാൽ തിരിച്ചു വരാൻ, പശ്ചാത്തപിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരുപാട് അറിവുള്ളവരെയും നേതൃത്വത്തിലുള്ളവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമായി മാറുന്നത്. ഇവിടെ വലിയൊരു അപകടം എന്താണെന്നറിയോ? നമുക്ക് പ്രത്യേകിച്ച് ഈ സഭാ നേതൃത്വത്തിലുള്ളവർ, വൈദികരോ മെത്രാന്മാരോ സന്യസ്തരോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അൽമായരാണെങ്കിലും പലപ്പോഴും ധ്യാന ഗ്രൂപ്പുകളിലും അങ്ങനെയുള്ളതിലെല്ലാം ഉള്ളവർ, പ്രവർത്തിക്കുന്നവർ, കൗൺസിലർമാർ, ഇവർ ഈ വിശ്വാസത്തിൽ വീണു പോവുകയാണെങ്കിൽ പിന്നെ അവരെ ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമല്ല. കാരണം അവരിതെല്ലാം അനുഭവിച്ചിട്ട് പോകുന്നതാണ്. അവർ വീണു പോയാൽ പിന്നെ ആ വീഴ്ചയിലും കിടക്കുകയുള്ളൂ. മാത്രമല്ല അവർക്കൊരു പക്ഷേ തിരിച്ചു വരാനായിട്ട്
നാണക്കേടുണ്ടാകും, മടിയുണ്ടാകും. ഞാൻ തെറ്റ് ചെയ്തു, ഞാനിതിൽ നിന്ന് വീണുപോയി എന്ന് പറയാനുള്ള മടിയുണ്ടാകും. അത് ധൂർത്തപുത്രനെ പോലെ ധൈര്യത്തോടു കൂടി തിരിച്ചു വന്നെങ്കിൽ മാത്രമേ അവർക്ക് പിന്നീട് ഈ പശ്ചാത്താപത്തിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സഭാ നേതൃത്വത്തിലാണെങ്കിലും അതുപോലെ എവിടെയാണെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഇപ്രകാരമുള്ള ആ വീഴ്ച നമുക്കുണ്ടാവരുത് എന്ന് ഉറപ്പുവരുത്തണം. വീണ് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക എന്നാണ് പറഞ്ഞത്. അവരെ അനുതപിക്കുക പ്രയാസമാണ്. ഇതിങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്, ശരിയല്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതിനെ നിരസിക്കും, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും, അല്ലെങ്കിൽ പറയും അങ്ങനെയൊന്നും ആയതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പക്ഷേ അത് വലിയ അപകടമാണ് എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. കാരണം എന്താണ്? അവർ ഇതെല്ലാം അറിഞ്ഞിട്ട് വീണ്ടും സ്വമനസ്സ ദൈവപുത്രനെ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തവരാണ്. ഇങ്ങനെ ചെയ്യുന്നവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവർ ദൈവപുത്രനെ സ്വന്തം മനസ്സുകൊണ്ട് അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തവരാണ്. സ്വന്തം മനസ്സെന്ന് പറഞ്ഞാൽ കേവലം ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല, സ്വന്തം മനസ്സാണ്. ഞാൻ തന്നെ അങ്ങനെ ചെയ്യണം എന്ന്, എനിക്കതിനെക്കുറിച്ച് പശ്ചാത്താപമൊന്നുമില്ല എന്ന രീതിയിൽ. അതുപോലെ പിന്നെ പറയുകയാണ്, കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നു അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഞെരിഞ്ഞിലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നെങ്കിലും അത് പരിത്യക്തമാണ്. അതിൻ്റെ മേൽ ശാപം ആസന്നമാണ്. ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. നമ്മൾ ഓർക്കണം, ഇങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ശാപം ആസന്നമാണ്. ദഹിപ്പിക്കപ്പെടുക എന്നതാണ് അതിൻ്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, പിന്നെ പൗലോസ് ഹെബ്രായ ലേഖനം ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പറയുകയാണ് വീണ്ടും, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിരാശരാകരുത്, നിങ്ങൾ വീണു പോകരുത് എന്ന് ചുരുക്കം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഈ സ്നാപക യോഹന്നാനാണ് ഈശോയെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്. എങ്കിലും പിന്നീട് ഈശോ ഒരുപാട് പേരെ സ്നാനപ്പെടുത്തുന്നു എന്ന് ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാർ അറിഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് സങ്കടമാണ്. കാരണം തങ്ങളുടെ ഗുരുവിനേക്കാൾ കൂടുതൽ ശിഷ്യന്മാർ ഈശോയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ശിഷ്യന്മാരെ അല്ലാതെ ഈശോ നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയായിക്ക് പുറപ്പെട്ടു. അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈശോ ജ്ഞാനസ്നാനപ്പെടുത്തലെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്. എങ്ങോട്ടാണ്? ഗലീലയായിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കടന്നു പോകേണ്ടത് സമറിയായിലൂടെയാണ്. യൂദയ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തുള്ള ഒരു പ്രോവിൻസാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് സമറിയ. പിന്നെ വടക്ക് ഭാഗത്തുള്ളതാണ് ഗലീലിയ. അങ്ങനെ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തായിട്ട് അങ്ങനെ സമറിയായിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ സമറിയക്കാരുടെ കഥയായി പറയുന്നത്. സിക്കാർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ അവനെത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. പിന്നീട് ആ സമറിയക്കാരി സ്ത്രീയുമായിട്ടുള്ള കർത്താവിൻ്റെ സംഭാഷണമാണ്. കർത്താവ് ഈ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയി ഭക്ഷണം വാങ്ങിക്കാൻ. അപ്പോൾ ഈശോ ആ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ വെള്ളം തരണം. അപ്പോൾ അവൾ പറയുകയാണ്, അവൾ ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. ഈശോ അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ഈ ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. പിന്നീട് ഈശോ പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, അങ്ങനെയാണ് ആ വെള്ളം എനിക്ക് തന്നാൽ മതിയല്ലോ, ഞാൻ ഇനി വെള്ളം കോരാൻ വരേണ്ട കാര്യമില്ല. അപ്പോൾ തരാവുന്നല്ല ഈശോ പറയാണ്, നീ എന്ന് ആദ്യം നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. പക്ഷേ നമുക്കറിയാം കഥയിൽ നിന്ന് അവൾക്ക് ഭർത്താവ് എന്ന് പറയാൻ ഒരാളില്ല. അവളിങ്ങനെ പലരുടെ കൂടെ നടക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, അത് ശരിയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക്
5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ളവൻ എൻ്റെ ഭർത്താവല്ല, 6ാമത്തെ ആളും. ചുരുക്കത്തിൽ അവളൊരു വേശ്യയാണ് എന്നർത്ഥം. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഈശോ ഒരു പ്രവാചകനാണ് എന്ന്. പെട്ടെന്ന് തന്നെ അവൾ ഓടുകയാണ്. അവൾ ഓടിയിട്ട് കൂട്ടുകാരെ അല്ലെങ്കിൽ ഗ്രാമവാസികൾ വിളിക്കാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പായിട്ട് അവൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറൂസലമിലാണെന്ന് നിങ്ങൾ പറയുന്നതായി യഹൂദന്മാർ. ഈശോ പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറൂസലമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. അതായത് സമരിയക്കാർ പറഞ്ഞിരുന്നത് ഗെരീസിൻ മലയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇസ്രായേൽക്കാർ, യഹൂദന്മാർ പറഞ്ഞല്ല, അത് ജെറൂസലം മലയിലാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് ശരിക്ക് ആരാധിക്കേണ്ടത്? ഇതാണ് ചോദ്യം. ഈശോ പറഞ്ഞു, സ്ത്രീ, അവിടെയല്ല, ഇവിടെയല്ല. അത് എവിടെയാണ് ആരാധിക്കേണ്ടത്? യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഈ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ നഗരത്തിലേക്ക് എന്നോട് ദൈവാലയം കണ്ടില്ല. ആരാരും ദൈവം? സർവശക്തൻ ദൈവമായ കർത്താവ് കുഞ്ഞാടുമാണ് ആ ദൈവാലയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നത് എവിടെയാണെന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ഈ ദൈവാലയത്തിൽ നമുക്ക് കുഞ്ഞാടിനെ, ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ സമരിയാക്കാരി സ്ത്രീ, അവളൊരു കേവലം ഒരു സാധാരണ സ്ത്രീ, ഒരു വേശ്യ സ്ത്രീ. അവളോടാണ് ഇതെല്ലാം ഈശോ ആദ്യമായിട്ട് പറയുന്നത്. ഇവൾ തന്നെയാണ് ഈശോയെ ആദ്യം തിരിച്ചറിയുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് പല അശുദ്ധാത്മാക്കളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന രക്ഷകൻ നീ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ സമറിയാക്കാരി സ്ത്രീയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ മുൻവിധികളൊക്കെ വിട്ടിട്ട് യഥാർത്ഥത്തിൽ ഈശോയെ തിരിച്ചറിയുന്നത് അത് ആവശ്യമാണ് നമുക്ക് രക്ഷയ്ക്ക്. ഈ സമറിയാക്കാരി പിന്നെ ഓടുന്നത് നമുക്കറിയാം. അവൾ സ്വന്തം ഗ്രാമത്തിലേക്ക് എന്താണ് പറയുന്നത്? വരാനിരിക്കുന്ന രക്ഷകനെ ഞാൻ കണ്ടുമുട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈശോ യഹൂദന്മാരുടെ ഇടയിലേക്കാണ് വന്നത്, പക്ഷേ തിരിച്ചറിയുന്നത് സമറിയാക്കാരാണ്. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവരെക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർ ഈശോയെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അവർക്ക് വലിയ കൃപകൾ ലഭിക്കുകയും ചെയ്യുന്നു. ഈ ദിനകാലത്ത് പ്രത്യേകിച്ച് ഓർക്കാം, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഈശോയെ തിരിച്ചറിയുന്നു. അത് തിരിച്ചറിയണം. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർ നമ്മളിലൂടെ ഈശോയെ തിരിച്ചറിയണം. അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ്, നമ്മളിലൂടെ കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയെ ഘോഷിക്കുന്നവരായി മാറുന്നത്. അത്തരം കൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും മനസ്സിലൂടെയും എല്ലാം ഈശോ പ്രഘോഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.